ഏലപ്പാറ നമ്മുടെ ഇടുക്കി ജില്ലയിലെ പീരിമേട് താലൂക്കിലെ ഒരു പഞ്ചായത്തും ഗ്രാമവുമാണ് ഏലപ്പാറ. സമുദ്രനിരപ്പിൽ നിന്ന് 3300 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ നല്ല ശീതള കാലാവസ്ഥയാണ് ഇവിടെ. അണ്ണന്തമ്മി മലയടിവാരത്തിൽ നല്ല പ്രൗഢിയോടുകൂടി നിലകൊള്ളുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഏലപ്പാറ. ഈ അണ്ണന്തമ്മി മലയിൽ കാട്ടേലങ്ങളാട്ടോ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. ഈ കാട്ടേലങ്ങൾ തിങ്ങി വളർന്ന് പാറപ്പുറത്തേക്ക് ചാഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് ഏലപ്പാറ എന്ന് പേര് വന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്നറിയോ? പച്ചപ്പട്ട് വിരിച്ചതുപോലെ തേയിലത്തോട്ടങ്ങളും നല്ല പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ ചെരുവുകളും കളകളാരവം മുഴുക്കി ഒഴുകുന്ന അരുവികളും ഔഷധ സസ്യങ്ങളും ഉള്ള സ്ഥലം എന്നത് തന്നെയാണ്. അങ്ങനെ അത്ര മനോഹരമായ സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മുടെ യാത്ര. ഹലോ എവ്രി വൺ, എല്ലാവർക്കും ലില്ലീസ് ആൻഡ് റോസസിൻ്റെ ഫസ്റ്റ് ട്രാവലിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ട്രിപ്പ് ഏലപ്പാറയിലേക്കായിരുന്നു. ഞങ്ങൾ 20 പേരുണ്ടായിരുന്നു. നേരെ പരപരാ വെളുക്കുന്നതും കാത്ത് രാത്രി ഉറക്കം നിന്നൊക്കെയാണ് കേട്ടോ ട്രിപ്പിന് പോകാൻ റെഡിയായത്. സമയത്ത് എത്തണമല്ലോ. അങ്ങനെ കെട്ടിപ്പെറുക്കി ബസ്സിൽ കയറി കൂടി ട്രിപ്പ് മോഡ് ഓൺ. സാധാരണ ബസ്സിൽ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു ഡാൻസൊക്കെ ഉള്ളതാണെങ്കിലും ഇപ്രാവശ്യം റെസ്റ്റാക്കി. കാരണം അവിടെ ചെന്നിട്ട് തകർക്കാനുള്ളതാണല്ലോ. കൂടുതൽ സമയം മേടിച്ചു കൂട്ടിയ സ്നാക്സും കഴിച്ച് വീഡിയോസൊക്കെ എടുത്ത് സമയം അങ്ങ് പോയി. ഒരു റീൽസ് എടുക്കുകയും ചെയ്തു ബസ്സിൽ വെച്ച്. അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ വ്ലോഗ് കണ്ടു കഴിയുമ്പോൾ പോയി കണ്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ സമയം 12 മണി 12:30. ഏകദേശം ഒരു 3 to 4 hours തന്നെ ട്രാവലിങ്ങിന് വേണ്ടി എടുത്തു. നേരെ പോകുന്നത് മറിയം വില്ല റിസോർട്ടിലേക്കാണ്. ഇതാണ് നമ്മുടെ മറിയം വില്ല റിസോർട്ട്. മഞ്ഞുമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് അത്യാവശ്യം കുന്നിൻ്റെ മേലെ ആണ് ഈ റിസോർട്ട്. ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ റോഡ് പണിയായിരുന്നു. നമ്മളിപ്പോൾ വന്ന വഴിയായിരുന്നു മറിയം വില്ലയിലേക്ക് റിസോർട്ടിലേക്ക് പോകുന്ന വഴി. ചെറിയ മോഡിഫിക്കേഷൻസൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളൊരു മിനി ടെമ്പോ ട്രാവലറിലാണ് പോയത്. 15 പേർക്ക് നല്ല സുഖമായി താമസിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് മറിയം വില്ല റിസോർട്ട്. 5 bedrooms ഉണ്ട് റിസോർട്ടിൽ. പിന്നെ നമുക്ക് കിച്ചൺ ഉണ്ട്, അവിടെ ലിവിങ് റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂംസ് ആണ് എല്ലാ ബെഡ്റൂംസും. ബെഡ്റൂം മാത്രമാണ് നമുക്ക് അറ്റാച്ച്ഡ് അല്ലാതെ വരുന്നത്. പിന്നെ നമുക്ക് ബാൽക്കണി ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. മോസ്റ്റ് അട്രാക്റ്റീവ് സ്പോട്ട് എന്ന് പറയുന്നത് ഹിൽ ടോപ്പ് വ്യൂ ആണ്. ഒരു സോഫ്റ്റ് ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. അത് നമുക്ക് വഴിയെ കാണിച്ചു തരാം, പെട്ടെന്ന് തന്നെ. ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ആ കോറിഡോറിൽ വലിയൊരു ആട്ടുതൊട്ടിലുണ്ടായിരുന്നു. അതിലിരുന്ന് കുറേ നേരം സമയം അവിടെ തന്നെ ഞങ്ങൾ ചിലവഴിച്ചു. വന്നത് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ പോയി ഒന്ന് ഫ്രഷായി ഫുഡ് കഴിക്കണമല്ലോ. ഫുഡ് കഴിച്ചിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് നേരെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നേരെ പോയി ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് സമയം ഇവിടെയൊക്കെ ഒന്ന് ഇരുന്നു. അവിടെ ഇരുന്ന് കാണാൻ നല്ല വ്യൂ ആട്ടോ ആ വശത്തേക്ക്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റൂം ടൂർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ്. 2 ഫ്ലോറാണുള്ളത്. ഫസ്റ്റ് ഫ്ലോറാണ് എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഫ്ലോറാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണിച്ചിരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 bedrooms ആണുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ബേ വിൻഡോ ആണ്. ഇവിടുത്തെ 2 bedroomലും ബേ വിൻഡോ ഉണ്ട്. അടിപൊളിയാണ് അവിടെ ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ബാൽക്കണി വ്യൂ ഒന്നും പറയാനില്ല. മോർണിംഗ് വ്യൂ അടിപൊളിയാണ്. ഇത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഈ മുറിയിൽ അറ്റാച്ച്ഡ് ആണ്, എല്ലാ സൗകര്യവും ഉണ്ട്. ഇത് സെക്കൻഡ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമും നേരത്തെ കണ്ട പോലെ തന്നെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ബെഡ്റൂമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മേലെ കിടക്കാനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും ബേ വിൻഡോ ഉണ്ട്. സൈഡിലേക്കുള്ള വ്യൂ ആണ്. നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ പുറകിലാണ് ഹിൽ ടോപ്പിലേക്ക് കയറാനുള്ള ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത്. ഇത് നമ്മുടെ ബാത്റൂമാണ്. ബാത്റൂമിൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ബാത്റൂമാണ്. എല്ലാ റൂമുകളിലുള്ള ബാത്റൂം സെയിം ഫെസിലിറ്റീസ് തന്നെയുള്ളതാണ്. ഇതേ മോഡലിലാണ്. ഇതാണ് നമ്മുടെ 3rd bedroom ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ഇത് അറ്റാച്ച്ഡ് അല്ല. ഇവിടെ നമുക്ക് എക്സ്ട്രാ ബെഡ്സ് അവൈലബിൾ ആണ്. രാത്രി നമുക്ക് കൂടുതൽ ആളുകൾക്ക് ബെഡ് ആവശ്യമായി വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ബെഡ്സ് എടുക്കാം. ഈ മുറിയും നമുക്ക് ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ നമ്മുടെ ലിവിങ് റൂം. ശരിക്കും ഒരു വീട് പോലെയാണ്. ഇതാണ് ഡൈനിങ് സ്പേസ്. ഇത് താഴത്ത് വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ്. ഫസ്റ്റ് ബെഡ്റൂമിൽ നമ്മൾ മേലെ കണ്ട പോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ബെഡ്റൂമിലും ഉണ്ട്. അറ്റാച്ച്ഡ് ആണ്. അതേപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. സെക്കൻഡ് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ആണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഒരു 15 പേർക്ക് നല്ല സന്തോഷമായിട്ട് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ മറിയം വില്ല റിസോർട്ട്. ഇതാണ് ഇവരുടെ മെയിൻ കിച്ചൺ. ഇവിടെ കുക്കിങ്ങൊന്നുമില്ല. ഒരു ഫ്രിഡ്ജ്, മൈക്രോവേവ് ഓവൻ, ബാക്കിയുള്ള യൂട്ടൻസിൽസ്, പാത്രങ്ങൾ, ബെഡ്, എക്സ്ട്രാ ബെഡ്സ് എല്ലാം ഇവരിവിടെയാണ്. ഈ കിച്ചൺ സ്പേസിലാണ് അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഫുഡ്
ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർക്ക് വർക്കിംഗ് കിച്ചൺ ഉണ്ട്. അത് ഇതിനോട് ചേർന്ന് തന്നെ സൈഡിലായിട്ടാണ്. ഇതാണ് ഇവരുടെ വർക്കിംഗ് കിച്ചൺ. ഈ ചേച്ചി കേട്ടോ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത് പറയാതിരിക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ല, അത്ര ടേസ്റ്റാണ് ഫുഡ്. ഞാൻ ലഞ്ചിൻ്റെ സമയത്ത് ഫുഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ 2 കെയർടേക്കേഴ്സാണുള്ളത്. ഇവരാണിത് നോക്കിയൊക്കെ നടത്തുന്നത്. ഇതാണ് നമ്മുടെ ഫുഡ്. നമ്മൾ വിശന്ന് വലഞ്ഞ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭക്ഷണമാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. ചോറും കറികളുമായിരുന്നു, ഒന്നും പറയാനില്ല. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിരുന്നു ഒരു മാങ്ങ അച്ചാർ. അത് ഞാൻ കാണിച്ചു തരാം. ചോറും പപ്പടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത് ക്യാബേജ് തോരനാണ്. നല്ല അധികം ഭയങ്കര എരിവോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാൻ പറ്റിയ ചിക്കൻ ഫ്രൈ. ഇതാണ് ഞാൻ പറഞ്ഞ മാങ്ങ അച്ചാർ. മാങ്ങയും ക്യാരറ്റൊക്കെ ഇട്ടിട്ടൊരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആയിരുന്നു ആ ചേച്ചിയുടെ. ഇത് മീൻകറി ആയിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ടേസ്റ്റി ഫുഡാണ്. യാതൊരു തരത്തിലുള്ള എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ പച്ചക്കറിയുടെ തന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് മോരുചാറുണ്ടായിരുന്നു, എരിശ്ശേരി ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഞങ്ങൾ നല്ല വിശന്നിരുന്നുകൊണ്ട് നല്ലോണം ഫുഡ് കഴിച്ചു. സാധാരണ ഉച്ചഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉച്ച ഉറക്കമാണല്ലോ പതിവ്. പക്ഷെ ഞങ്ങൾക്കതല്ലായിരുന്നു കേട്ടോ. ലിമിറ്റഡ് ടൈം ഉണ്ടായിരുന്നുകൊണ്ട് ഒന്നും നോക്കിയില്ല. ലിനൻ ഡ്രസ്സ് ഇട്ട് നേരെ വെള്ളത്തിൽ ചാടി. ഏറ്റവും എൻജോയ് ചെയ്തത് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലാണ് കേട്ടോ. നല്ല തണുപ്പായിരുന്നു, പക്ഷെ ശരിക്കും എൻജോയ് ചെയ്തു. ഡാൻസ് വരെ ചെയ്തു പൂളിൽ നിന്ന് കയറി നല്ല ഹോട്ട് ബാത്ത് എടുത്ത് ചായ കുടിക്കാൻ പോയി. സ്നാക്സ് ഒക്കെ കഴിച്ച് നേരെ പോയത് ട്രക്കിങ്ങിനാണ്. ട്രക്കിങ്ങിനെ കുറിച്ച് എന്ത് പറയാനാണ്. മറിയംവില്ല റിസോർട്ടിലെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ എൻജോയ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മറിയംവില്ല റിസോർട്ടിൻ്റെ ബിൽഡിങ്ങിൻ്റെ സൈഡ് പോർഷനിലൂടെയാണ് അവർ സ്റ്റെപ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കുത്തനെയുള്ള സ്റ്റെപ്സുകളല്ല, പ്രായമായവർക്ക് വരെ ബുദ്ധിമുട്ടില്ലാതെ വളരെ പതിയെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മേലെയുള്ള എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രമാത്രം ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള സ്റ്റെപ്സുകളല്ല, നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്താൽ മാത്രം മതി. പക്ഷേ നമ്മളിത്ര കഷ്ടപ്പെട്ട് ചെന്ന് നമ്മളവിടെ കിട്ടുന്ന നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, ചുമ്മാ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. 360 ഡിഗ്രി ആംഗിൾ വ്യൂ, സ്മോൾ സ്പേസ് ആണ്. നമുക്ക് ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. സ്മോൾ സ്പേസ് എന്ന് പറഞ്ഞാലും നമുക്ക് അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവരവിടെ ചെയ്തു വന്നിട്ടുണ്ട്. ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ ഹട്ടുണ്ട്, ടേബിൾ ഉണ്ട്. നമുക്കവിടെ ഇരിക്കാം, എൻജോയ് ചെയ്യാം, സ്നാക്സ് കഴിക്കാം. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു. അതെല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ അവർ ടെൻറ്റ് വരെ കെട്ടിത്തരും, അതും പ്രൊവൈഡ് ചെയ്യും. ചുറ്റും ഗ്രിൽ വാളുണ്ട്. നൈറ്റ്സിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് ഒരു സേഫ്റ്റി ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടുത്തെ വ്യൂ ആണെങ്കിൽ നല്ല രസമായിരുന്നു. അത് നിങ്ങളവിടെ ചെന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. മോർണിംഗ് വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. രാത്രി അവർ ഹട്ടിന് ചുറ്റും വാം ലൈറ്റ്സും കൂടി ഇടുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഒരുപാട് സമയം അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി. ഞങ്ങൾക്ക് വേണ്ടി അവർ ക്യാമ്പ് ഫയറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ക്യാമ്പ് ഫയറിൽ ഗ്രിൽഡ് ചിക്കനും നമുക്ക് വേണ്ടി അവർ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. കുറേ നേരം അവിടെ ഇരുന്ന് ചില്ല് ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങൾ അവിടെ സമയം ഞങ്ങൾക്ക് ചിലവഴിക്കാനായിട്ട് ഞങ്ങൾ കണ്ടെത്തിയ മാർഗ്ഗമായിരുന്നു ഡംഷറാറ്റ്സ് കളിച്ചു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ഗെയിം എൻജോയ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അടിപൊളിയായിരുന്നു ആ മൊമെൻറ്റ്. അങ്ങനെയൊക്കെ വൺസെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവിടെ ഞങ്ങൾ റീൽസൊന്നും എടുക്കാൻ മറന്നില്ല. ഒരുപാട് സമയം അവിടെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എല്ലാവരുടെയും ലൈഫിൽ വേണ്ടതാണ്. മോർണിംഗ് വ്യൂ പോലെ തന്നെ ഏറ്റവും
അടിപൊളിയാണ് കേട്ടോ. നൈറ്റ് വ്യൂവും എല്ലാ ലൈറ്റ്സും വാം ലൈറ്റ്സും എല്ലാം ഇട്ട് വരുമ്പോൾ നമ്മുടെ മറിയംവില്ല റിസോർട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ആ ഒരു എക്സ്പീരിയൻസ് വേറെ ഒരു ഇത് തന്നെയാണ്. അത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരണമെന്ന് തോന്നി. മോർണിംഗ് പോലെ തന്നെ രാത്രി അടിപൊളിയാണ്. ആ കാണുന്ന വണ്ടിയോട് ചേർന്ന് കിടക്കുന്ന ബിൽഡിങ്ങിലാണ് നമുക്ക് ഡ്രൈവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഗ്രിൽഡ് ചിക്കനൊക്കെ കഴിച്ചെങ്കിലും അവർ രാത്രി നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്തു. ചപ്പാത്തി ചിക്കൻ കറിയാണ് പ്രൊവൈഡ് ചെയ്തത്. അത് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ച് കുറേ സമയം അവിടെ കളിയും ചിരിയൊക്കെ ആയിട്ട് കുറച്ച് സമയം അവിടെ എൻജോയ് ചെയ്തു ഞങ്ങൾ. അതിന് ശേഷം കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും മുറികളിലേക്ക് പോയി. അപ്പോൾ നാളെ നല്ലൊരു പ്രഭാതം നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതാണ്. സോ ഞാനിവിടെ നിർത്തുന്നു. സോ വെയിറ്റ് ഫോർ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ വ്ളോഗ്. അണ്ടിൽ ദെൻ സൈനിങ് ഓഫ് ക്രിസ്റ്റീന ഫ്രം ലില്ലീസ് ആൻഡ് റോസസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ താങ്ക് യു.